തേങ്ങ ചിരവാനായിട്ട് ചിലപ്പോൾ നമ്മൾ നാളികേരം പൊളിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്. അതായത് തേങ്ങ മുളച്ചത്. ഇതിനെ നമ്മൾ പൊങ്ങെന്നാണല്ലോ പറയുന്നത്. അപ്പം ഇത് കിട്ടുമ്പോൾ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഒരെണ്ണൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇപ്പം ചില സമയത്ത് നമ്മൾക്ക് 2, 3, 4, 5 എണ്ണമൊക്കെ കിട്ടിയെന്ന് വരാം. ചിലപ്പോൾ നമുക്കിത് ഒരെണ്ണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് മടുക്കും. എന്നാൽ ഇതാണെങ്കിലോ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളൊരു സംഭവമാണ് താനും. അപ്പോൾ നമ്മളത് വേസ്റ്റ് ആകാതിരിക്കാനായിട്ട് നമുക്ക് ഈ പൊങ്ങുകൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയല്ല. അപ്പോൾ എനിക്ക് ഇവിടെ 3 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ 3 എണ്ണം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സി ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് ശരിക്കും കത്തിയൊന്നും വേണ്ട, കൈ കൊണ്ട് തന്നെ മുറിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടി നമ്മൾ മുറിച്ചിട്ടതിന് ശേഷം ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു. ആക്ച്വലി ഇത്ര പഞ്ചസാര ഇടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം പൊങ്ങിന് തന്നെ ഒരു മധുരം ഉണ്ടല്ലോ. അപ്പം ഞാനിവിടെ 5 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ടു കേട്ടോ. അതിനുശേഷം ഞാനിവിടെ കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തു. അതെല്ലാം കൂടി അടിച്ചെടുത്ത് നമ്മുടെ പൊങ്ങ് ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള പൊങ്ങ് ജ്യൂസ് റെഡിയായി. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കില്ലേ? വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.